അതെ, ഈ സാധാരണ മാർഗങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ഒരു നല്ല ഡാൻസ് കളിക്കാവോ? ശരാ, ഇത് പിന്നെ മറുപടി തന്നെയല്ലേ? ഇതൊന്ന് മാറ്റി പിടിച്ചാലോ? കേറി വേണം മക്കളെ. Body,
എഞ്ചടിക്ക് വന്നടിക്കും കൽവറതോടെ സമ്മതമോ കൽവറതോ നിൻകടകി മരണം മരണം മതിമോ തന്നിടുമോ കുണ്ടിടുമോ ആചിന്താരം കലകുലമാ കുട്ടി കർമ്മവും കൺപരമോളെ കൺമനമോ കൺമനമോ നിൻ കടകന്യ അല്ല ഇത് സെന്റ് ജോസഫ് യൂണിറ്റ് മൊത്തം ഉണ്ടല്ലോ. ഓക്കെ, സ്മൈൽ പ്ലീസ്. Chin up, chin body up. चक्का चक्का है तू, हाय चक्का चक्का
സത്യത്തിൽ ദൈവം നമ്മോട് കാണിച്ചു. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ മകനിലൂടെയാണ് ഒക്കെയും സഫലമാവുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകളും അവകാശമായി ദൈവം നന്ദി ചെയ്യുന്നു. എന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആസിമാരോടൊപ്പം ഇസഹാക്ക് അബ്രഹാം, ഇതാ ഞാൻ. അബ്രഹാം, ദൈവമേ, കൽപ്പിച്ചാൽ നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലമുകളെ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹനബലിയർപ്പിക്കണം. ദൈവമേ, വാർദ്ധക്യത്തിൽ എനിക്ക് തന്ന മകനെ അയ്യോ, ഞാൻ സാറയോട് പറയും. ഞാൻ എന്റെ മകനെ ഒരു പക്ഷേ നോക്കിയെന്ന് തോന്നലാണ്. ദൈവം ഒരു തോന്നലല്ല. ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെയും കൊണ്ട് ഇല്ല. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാമിനെ കൊടുച്ചോളാൻ ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതയ്ക്ക് ചീനിയിട്ടോ? എനിക്ക് വേണ്ട വിറകും കീർവിക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ. ഞങ്ങളെത്തി. ശരി. എവിടേക്കാണ് ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കനിവിന്റെ നിധിപേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി തരണേന്ന്. മോനെ സൂക്ഷിച്ചോണേ. വേഗം മുടക്കി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാനും.
എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവം വാക്കു പാലിച്ചു. അദ്ദേഹത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് കാണുന്നത്. നീ അബ്രഹാമിന്റെയും സാറായുടെയും മകനല്ല, ദൈവത്തിന്റെ മകനാണ്. അബ്രഹാം തേരാമിന്റെ പുത്രനല്ല, ദൈവത്തിന്റേതാണ്. ഈ ലോകം അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തെ അവകാശപ്പെട്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ മോന്? ഇസഹാക്കിന്റെ അവകാശി ആരാ? ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ മകനെ വേണം എന്ന് ദൈവം പറഞ്ഞാൽ മനസ്സോടെ കുറിക്കട്ടെ ഞാൻ. കർത്താവേ, ഇതാ ഞാൻ ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അബ്രഹാം, ഇതാ ഞാൻ കുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്കവിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേയും കാത്തു എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടുന്നു. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കും. അബ്രഹാത്തിന്റെ വിശ്വാസം നമുക്ക് പാഠമാക്കണം. തെക്കൻ തിരുവിതാംകൂറിൽ പ്രസിദ്ധമായ ഒരു ദേവാലയം, അവിടെ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നു. 2 നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള കല്ലറയാണിത്. അവിടെ ഒരു മൃതശരീരം സംസ്കരിച്ചിട്ടുണ്ട്. ആ കല്ലറയിൽ നിന്നും ഇന്നും ഒരു സന്ദേശം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് ആരുടേതാണെന്ന് അറിയണ്ടേ? കന്യാകുമാരിയിലെ കാറ്റാടി മലയിൽ വെച്ച് 1752 ജനുവരി 14-ാം തീയതി തന്റെ 40-ാമത്തെ വയസ്സിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു ധീര രക്തസാക്ഷിയുടേതാണ് ആ കല്ലറ. വിശുദ്ധ ദേവസഹായം, ഭാരതത്തിലെ ആദ്യത്തെ ആത്മായ രക്തസാക്ഷി. ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ഇട്ട പേരാണ് ദേവസഹായം പിള്ള. പഴയ പേര് നീലകണ്ഠപിള്ള. അതിപ്രശസ്തനും ധനികനും രാജകുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മരുത്തുകുളങ്ങര വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായിരുന്നു നീലകണ്ഠപിള്ള. വീട്ടിലും നാട്ടിലും പേരെടുത്തു, നാട്ടിൽ പ്രമാണിയ കേമനായി, പേരും പേരുമയുമുള്ള വീട് നീലകണ്ഠൻ കീർത്തി പൊങ്ങി വന്നു. വീട്ടിലും നാട്ടിലും പേരെടുത്തു, നാട്ടിൽ പ്രമാണിയ കേമനായി, പേരും പേരുമയുമുള്ള വീട് നീലകണ്ഠൻ കീർത്തി പൊങ്ങി വന്നു. നീലകണ്ഠപിള്ള സൽസ്വഭാവിയും ദയാലുവും ആയുധാഭ്യാസങ്ങളിൽ അഗ്രഗണ്യനുമായിരുന്നു. മലയാളം, തമിഴ്, സംസ്കൃതം, ഗണിതം എന്നിവയെല്ലാം നല്ല പാഠവും ഉണ്ടായിരുന്നു. കുടുംബത്തിലെ മൂത്ത മകൻ. വിവാഹപ്രായമായ നീലകണ്ഠനു കാരണവർ ഭാർഗവ
മാധവി എന്ന സ്ത്രീയുമായി വിവാഹം കഴിപ്പിച്ചു. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു. മഹാരാജാവ് നീലകണ്ഠനെ കൊട്ടാരത്തിലെ സർവകാര്യസ്ഥനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധിസാമർഥ്യത്തിലും സൽസ്വഭാവത്തിലും രാജാവ് ആകൃഷ്ടനായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശക്തനും ധീരനും ആയിരുന്നു. ശ്രീ പത്മനാഭന്റെ കൊട്ടാരത്തിൽ കീർത്തിയോടെ വാഴും നീലകണ്ഠൻ രാജാവിൻ ഹൃദയത്തിൽ സ്ഥാനമായി. സ്ഥാനവും മാനവും കീർത്തിയുമായി. ശ്രീ മഹാരാജാവിന്റെ മന്ത്രിയായിരുന്നു രാമയ്യദളവ. ശ്രീ പത്മനാഭന്റെ കൊട്ടാരത്തിൽ കോട്ടകളോടെ ദേവ